നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ആ ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, മേക്ക് ഫോർ യു വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് മിക്സഡ് പൈനാപ്പിൾ ജ്യൂസാണ്. വളരെയധികം ടേസ്റ്റ് ഉള്ള ജ്യൂസാണ്. അതിന് പുറത്ത് ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പക്കാ മലപ്പുറം സ്ലാങ് ഈ തലമുറയും കഴിഞ്ഞ തലമുറയും ഉപയോഗിച്ച് വരുന്ന മലപ്പുറം സ്ലാങ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ ശരിക്കും ഒന്ന് കണ്ട് പരിചയപ്പെട്ടോടി. നമ്മളെ കൈതച്ചക്ക അഥവാ ബ്രസീലിൽ നിന്നും പോർച്ചുഗൽ വഴി കേരളത്തിലേക്ക് വന്ന കൈതച്ചക്ക അഥവാ പൈനാപ്പിൾ, പരിഷ്കാരികളെ പൈനാപ്പിൾ അതൊന്നും വേണം. പിന്നെ നമ്മളെ തേങ്ങ നല്ലോണം പീഞ്ഞ് എടുത്ത പാല് 1 ഗ്ലാസ്. പിന്നെ നല്ല ചോയ ഉണ്ടാകാൻ നമുക്ക് ഏലക്ക വേണം, അത് 2 എണ്ണം. പരിഷ്കാര കുട്ടികൾ ആദ്യം തിന്നിരുന്ന നമ്മളെ ചോക്ലേറ്റ്, ഇന്ന് സാധാരണക്കാരെ കുട്ടികളും തിന്നുന്ന ചോക്ലേറ്റ്, അത് 2 എണ്ണം വേണം. അത് നല്ലോണം ഉരുക്കണം നമുക്ക് ഈ ചോക്ലേറ്റ്. അപ്പൊ നമുക്ക് നേരെ ഇനി ഇത് ഉണ്ടാക്കിയാലോ. അപ്പൊ നമുക്ക് നമ്മളെ കൈതച്ചക്ക നന്നായിട്ടൊന്ന് ചെത്തി എടുക്കണം കേട്ടോ. ഈ കൈതച്ചക്കക്ക് ഭയങ്കരമായിട്ട് ചരിത്രമുണ്ട്, പഴയ കാലം മുതലേ ചരിത്രമുണ്ട്. പണ്ട് കാലത്ത് ഇന്ത്യ അടക്കി വാഴാൻ വന്ന പോർട്ടുഗീസുകാർ കൈതച്ചക്ക കൊടുക്കുന്നതിന് നമ്മൾ ഇന്ത്യക്ക് അതിന്റെ ഒരു തെഗ് നമ്മളെ കൊണ്ടേയിട്ടു എറണാകുളം ജില്ലയിൽ വായക്കാട്. അവിടെ അപ്പോഴും നിറച്ച് കൈതച്ചക്കത്തോട്ടാണ്, വിശ്വാസം ഇല്ലാത്തവർക്കവിടെ പോയി നോക്കിയാൽ കാണാം. പിന്നെ ഇത് അങ്ങനത്തെ കൈതമണ്ടാണ് പുകലാണിത്. ഈ പുകൽ എന്ന് പറഞ്ഞാൽ ടിക്ടോക്കിലെ മിന്നുന്താരം പാണ്ടിക്കാട് കുഞ്ഞാന്റെ പുകലല്ല. ആ കുഞ്ഞാൻ അറിയാത്തോല് ടിക്ടോക്ക് പോയിട്ട് പച്ച മലയാളത്തിൽ പാണ്ടിക്കാട് കുഞ്ഞാന്ന് അടിച്ചോണ്ട് വരും. ആ കുഞ്ഞാന്റെ അല്ല പുകലല്ലത്. വല്ലിപ്പാര് പുകല് എന്ന് പറയും, എന്നാ ഇപ്പാരോ അതിനെ പുഗ് എന്ന് പറയും. ഇന്ന് ഇപ്പത്തെ മക്കൾ അതിനെ പുഷ്പം എന്നൊക്കെ പറയുന്നത്. അയിമണ്ടായ കായാണ് നമ്മളെ കൈതച്ചക്ക. അങ്ങനെ ചെത്തിക്കഴിഞ്ഞ് നമ്മളെ പൈനാപ്പിൾ കൊത്തി നുറുക്കം ഒരു പീച്ചാങ്ങത്തിരുത്ത് കണ്ടാണ് നുറുക്കിക്കൂടിയും. എന്നിട്ട് മിക്സിക്കൊന്ന് ഇട്ടുകൊടുത്ത് നല്ലോണം അരച്ചെടുക്കുക നമുക്ക്. അപ്പൊ നമ്മളെ പൈനാപ്പിൾ കൊത്തി നുറുക്കി കഴിഞ്ഞു. ഇനി നമ്മളെ ചോക്ലേറ്റ് ആണിത്, ഇത് നമുക്ക് ഉരുക്കണം. അതിന് നമുക്ക് അടുപ്പത്തേക്ക് പോവാം. അപ്പൊ നമ്മളെ ചോക്ലേറ്റ് ഉരുക്കാൻ വേണ്ടി നമ്മളെ പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലോണം ഒരുക്കണം നമുക്ക്. പിന്നെ അതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാണ് കേട്ടോ, നമ്മളെ ഈ വീഡിയോന്റെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ചുവപ്പ് അക്ഷരത്തിൽ ഇംഗ്ലീഷ് അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കണ്. അത് ഇപ്പോഴും ചുവപ്പായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് തന്നെ വേണം. അത് എന്ത് ചെയ്യുക, അയിമ നെക്ക് കൊടുക്കുക. അപ്പുറത്തുണ്ടാവും ഒരു ആടാളെ കൗത്ത് കെട്ടണ മണി, അയിമി നിൽക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോ ഒന്നും നിങ്ങൾക്ക് കിട്ടൂല, പിന്നെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ ചോക്ലേറ്റ് ഇപ്പൊ നല്ലോണം ഒരുക്കിയിരിക്കണേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചാ കൂട്ടുക അടക്കട്ടെ. അപ്പൊ എന്ത് ചെയ്യാന്നോ, നമുക്ക് നമ്മളെ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചാ. അപ്പൊ നമ്മളെ കൊത്തി നുറുക്കിയ പൈനാപ്പിൾ നമ്മളെ ജാർക്ക് ഇട്ടെടുത്തു. എന്ത് കാട്ടണമെന്നോ, നമുക്ക് തണുത്ത വെള്ളം എടുത്തുകാണ്ട് ഈ പൈനാപ്പിളിന്റെ ഒപ്പം തണുത്ത വെള്ളം പോരാ, ഏകദേശം ഒപ്പം മതി, ഫുള്ളായിട്ട് ഒപ്പാക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളൊരു കയ്യിലെടുക്കുക, ടേബിൾ സ്പൂൺ പറയും, അതെടുത്തുകൊണ്ട് ഒരു 2 കയ്യിൽ പഞ്ചാര അതിക്ക് ഇട്ടുകൊണ്ട് നമ്മളെ മിക്സി വല്ലാണ്ട് അടച്ചുകൊണ്ട് കറണ്ടിന്റെ സ്വിച്ച് ഇട്ട് ഈ മിക്സിന്റെ സ്വിച്ച് ഒറ്റ സ്വിച്ച്. അപ്പൊ നമ്മളെ കൈതച്ചക്ക നല്ലോണം അരഞ്ഞിക്കണം കേട്ടോ, നല്ല ഷേക്ക് മാറി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിതൊരു പാത്രത്തേക്ക് നമുക്ക് അരിച്ചു മാറ്റണം. അടുത്തത് നമ്മളെ ജാർക്ക് തേങ്ങന്റെ പാലാണ് പോരാണ് നമ്മൾ. അതിൻ്റെ ഒപ്പം നമ്മൾ 2 ഏലക്കയും 1/2 ടേബിൾ സ്പൂൺ പഞ്ചാര ഇട്ട് കൊടുക്കണം. ഇന്നത്തെ നാളത്തെ മാതിരി നന്നായിട്ട് അരക്കണേ. നമ്മളെ കൈതച്ചക്കൻ്റെ ജ്യൂസ് നമുക്ക് കുറച്ച് ഗ്ലാസ്സിൽ ഇങ്ങനെ പാർന്ന് വെക്കുക. ഇനി നമുക്ക് നമ്മളെ തേങ്ങാപ്പാൽ കുറച്ചീച്ച് ഇതിലേക്ക് പാർന്ന് വെക്കുക. 2 കൊണ്ട് പോരാനെ കുറച്ചീച്ചേ. ഇനി നമുക്ക് ഐസിന്റെ കണ്ടം അതിലേക്ക് ഇട്ട് കൊടുക്കണം. നേരത്തെ നമ്മള് ലേശം ചോക്ലേറ്റ് ചുരണ്ടി വെച്ചിരുന്നു, അതതിക്ക് കുറച്ചീച്ചൻ ഇട്ട് കൊടുക്കുക നമുക്ക്. അത് ചൊറുക്കിനും വേണ്ടി കേട്ടോ, അല്ലാതെ ഒന്നുമല്ല. നമ്മൾ ഉരുക്കി വെച്ച ചോക്ലേറ്റ് പതുക്കെ
ഇതിലേക്ക് ഇങ്ങനെ വാർന്നു കൊടുക്കുക. അപ്പൊ നമ്മളെ ഇന്നത്തെ മിക്സിംഗ് പൈനാപ്പിൾ ജ്യൂസ് നിങ്ങൾക്ക് പറ്റിക്കണമെന്ന് കരുതുന്നു. പറ്റിക്കണമെങ്കിൽ ഇങ്ങനെ കാട്ടുക, പറ്റിയിട്ടില്ലെങ്കിലോ ഇങ്ങനെയും കാട്ടുക. നിങ്ങളെ അഭിപ്രായം താഴെ അഭിപ്രായപ്പെട്ടി അതിലും പറയാ. നിങ്ങൾ ആ ചോപ്പ് സ്വിച്ച് ഇപ്പോഴും നെക്കിയിട്ടില്ലേ, ഇന്ന് വേഗം നെക്കി. അപ്പുറത്തെ മണി അതിന് നെക്കണം. അപ്പൊ നമ്മളെ അവിടെ പോവാണ്. പിന്നെയും കാണാം അടുത്തൊരു വീഡിയോയിൽ. ബൈ.